ബഹുമാനമുള്ള വളരെ സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ ഒരു രാത്രിയിൽ അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും മഹത്തുക്കളായ സച്ചരിതരെയും സ്മരിക്കുവാനും അവരെക്കുറിച്ച് പറയുവാനും അവരോടുള്ള സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന വളരെ ശ്രേഷ്ഠമായൊരു മജ്ലിസിലാണ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ നമുക്കൊക്കെ ഒരുമിക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ സാത്വികരായ സജ്ജനങ്ങളോടുള്ള മഹബ്ബത്തും നമ്മുടെ ഹൃദയത്തിൽ ഏത് അളവിലാണ് ഉള്ളതെങ്കിൽ ആ അളവിനെ വർദ്ധിപ്പിക്കുവാനുള്ള വലിയൊരു ശ്രമം കൂടിയാണ് ഇത്തരം മജ്ലിസുകളിലൂടെയൊക്കെ നമുക്ക് സാധ്യമാകുന്നത്. മുസ്തഫായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരിക്കൽ അവിടത്തെയോട് അന്ത്യനാളിനെ കുറിച്ച് ആരാഞ്ഞ അറാബിയോട്, നിഷ്കളങ്കനായ ആ മനുഷ്യനോട് ഹബീബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ എന്നോട് ചോദിച്ചത് അന്ത്യനാളിനെ കുറിച്ചാണ്. പക്ഷേ അന്ത്യനാള് എപ്പോഴാണ്, എന്നാണ് എന്നതിനേക്കാൾ നീ അതിനു വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? മുസ്തഫായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് നിഷ്കളങ്കനായ ആ ഗ്രാമീണനായ മനുഷ്യൻ കൊടുത്ത മറുപടി, ഹബീബേ, ഞാൻ ഒരുപാട് നിസ്കാരവും നോമ്പും മറ്റു കർമ്മങ്ങളൊന്നും അധികമായിട്ടൊന്നും നബിയെ ഞാൻ ഒരുക്കി വെച്ചിട്ടില്ലെങ്കിലും നിർബന്ധങ്ങളിൽ വീഴ്ച വരുത്താതെ അല്ലാഹു എന്നോട് കൽപ്പിച്ച, അങ്ങ് എന്നോട് കൃത്യമായി പാലിക്കാൻ പഠിപ്പിച്ച ജീവിതത്തിലെ കൽപ്പനകളോട് ഞാൻ ഒരിക്കലും പുറംതിരിഞ്ഞു നിൽക്കാറില്ല. എന്നാൽ അധികമായി ഞാൻ വർദ്ധിപ്പിച്ചു എന്ന അവകാശവാദവും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് അങ്ങയോട് പറയാൻ സാധിക്കും നബിയേ, അത് എന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോടും അങ്ങയോടുമുള്ള മഹബ്ബത്താണ് യാ റസൂൽ. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല. ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു തിരുദൂതരേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു തിരുദൂതരേ. കൂടുതൽ അമലുകളൊന്നും എന്റെ കൈവശമില്ലെങ്കിലും എന്റെ ഹൃദയം അല്ലാഹുവിനോടും അങ്ങയോടുമുള്ള സ്നേഹത്താൽ നിർഭരമാണ് യാ റസൂൽ. എന്നാ ആ അറാബിയായ ഗ്രാമീണനായ നിഷ്കളങ്കനായ സ്വഹാബി വര്യൻ ഹബീബിന് മറുപടി കൊടുത്തപ്പോൾ നമ്മളേറെ കേൾക്കാൻ കൊതിച്ച വിശ്വപ്രസിദ്ധമായ മറുപടി ഹബീബിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വരികയാണ്. അതിങ്ങനെയാണ്, അന്ത മഅമൻ അഹ്ബബ്ത. മറ്റൊരു ഹദീസിൽ കാണാം, അൽ മർഉ മഅമൻ അഹബ്ബ. പൊന്നു സഹോദരാ, നീ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ. നീ ആരെയാണ് സ്നേഹിച്ചത് എങ്കിൽ സ്നേഹിച്ചവരോടൊപ്പമാണ് നിന്റെ സ്ഥാനമുള്ളത്. മഅമൻ അഹ്ബബ്ത,
അൽ മർഉ മഅ മൻ അഹബ്ബ്. ഏതൊരു വ്യക്തി ദുനിയാവിൽ സ്നേഹിച്ചവരുടെ കൂടെയാണെന്നതുപോലെ തന്നെ ഏതൊരു വ്യക്തിയും പാരത്രിക ലോകത്തും അവൻ ആരെയാണ് സ്നേഹിച്ചതെങ്കിൽ സ്നേഹിച്ചവരോട് കൂടെയാണ് അവരുള്ളത് എന്ന് മുസ്തഫായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ആ മഹബ്ബത്ത് നമുക്കും നൽകട്ടെ. ആരെയാണ് സ്നേഹിച്ചത് എന്നതിന്റെ ചുവടെ അതിന്റെ കീഴിലായി നമുക്ക് പലരെയും ചേർത്തു കൊടുക്കാം. അല്ലാഹുവിനെ ചേർത്തു കൊടുക്കാം. മുസ്തഫായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്തു കൊടുക്കാം. മഹത്തുക്കളെ ചേർത്തു കൊടുക്കാം. അംബിയാഇനെ ചേർക്കാം, ഔലിയാഇനെ ചേർക്കാം, ശുഹദാഇനെ ചേർക്കാം, സ്വാലിഹീങ്ങളെ ചേർക്കാം, ഗൗസുൽ അഅ്ളമിനെ ചേർക്കാം, ബഹുമാനരായ റിഫായി ശൈഖിനെ നമുക്ക് ചേർക്കാം, സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ബഹുമാനപ്പെട്ട മുഈനുദ്ദീനിൽ ജിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ ചേർക്കാം. മൗലദ്ദവീല ഖുത്ബുസ് സമാൻ സയ്യിദ് അലവിയിൽ മംഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ ചേർത്ത് വെക്കാം. കണ്ണിയത്തുസ്താദിനെ ചേർത്ത് വെക്കാം. ശംസുൽ ഉലമയെ ചേർത്ത് വെക്കാം. തിപ്പറ്റ ഉസ്താദിനെ ചേർത്ത് വെക്കാം. നമ്മളോട് ചേർന്ന് നിന്ന നമുക്ക് ഈ വിശുദ്ധമായ ദീനിനെ പൊലിമയോടെ വളരെ നന്മയോടെ ഗൗരവത്തോടെ അതിന്റെ അന്തസ്സിനെയും അന്തസത്തയെയും ഒരു വിധത്തിൽ പോലും ചോർന്നു പോകാതെ ഭദ്രമായി നമ്മെ ഏൽപ്പിച്ച എല്ലാ മുൻഗാമികളെയും നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് നീ ഉള്ളത് എന്നതിന്റെ ചുവടെ ഇവരെയൊക്കെ നമുക്ക് ചേർത്തു കൊടുക്കാം. അല്ലാഹു നമ്മയും അവരെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അത്രമേൽ മഹത്വരമാണ് സ്നേഹത്തിന് സ്ഥാനമുള്ളത്, മഹബ്ബത്തിന് സ്ഥാനമുള്ളത്. ഈ മജ്ലിസ് അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. അല്ലാഹു നമ്മുടെ ഖൽബിൽ അത് നിറച്ചു തരട്ടെ. ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയല്ലേ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ചൊല്ല് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മക്ക പിറന്നോരേ പരന്തന്ന റസൂലോരേ പരാലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇരുൾ നീക്കി പ്രഭാ നൽകി ഇലാഹിനരുൾ കനിഞ്ഞേകി ഹിദായത്തിൻ നിലാവേകി ഇതെന്റെ ഹബീബ് നൂറുല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്.
സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മടങ്ങി വരുന്ന യാതനകൾ, മനം പിളരുന്ന വേദനകൾ, മരുന്ന് ഹബീബിൽ നല്ല സലാം പറഞ്ഞാൽ തീരും കുല്ലബലാ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആദിയോന്റെ ആറ്റലായ ത്വാഹ നൂറുല്ലാഹ്, ആദി നീക്കി ആശ്രയം പകർന്ന സ്വല്ലല്ലാഹ്. ആദിയോന്റെ ആറ്റലായ ത്വാഹ നൂറുല്ലാഹ്, ആദി നീക്കി ആശ്രയം പകർന്ന സ്വല്ലല്ലാഹ്. അലൈക സ്വലാത്തുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണ്. അവിടുത്തെ ഹൃദയത്തിൽ, അവിടുത്തെ ചിന്തയിൽ, അവിടുത്തെ ആഗ്രഹങ്ങളിൽ തന്റെ ഉമ്മത്തീങ്ങൾക്ക് അവിടുന്ന് നൽകുന്ന സ്ഥാനമെത്രയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ വിശുദ്ധ വചനങ്ങളിലൂടെ. മങ്കൂസ് മൗലിദിൽ നമ്മൾ വളരെ കൃത്യമായി ആദ്യത്തെ ഹദീസിൽ തന്നെ പാരായണം ചെയ്യുന്ന വചനവും കൂടിയാണത്. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. തന്റെ ഉമ്മത്തീങ്ങളോട് പരിശുദ്ധ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആർദ്രതയോടെയാണ്, എത്ര വാത്സല്യത്തോടെയാണ്, എത്ര നിഷ്കളങ്കമായ സ്നേഹത്തോടെയാണ് തന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുതെന്ന് നമ്മളോട് വെളിപ്പെടുത്തി പറയുന്നത് അല്ലാഹു തമ്പുരാനാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. നിങ്ങളിലേക്കിതാ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ തിരുദൂതർ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ നിന്നുള്ള ആള് തന്നെയാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തോട്, ശരീരത്തോട്, സമൂഹത്തോട്, ഉമ്മത്തിനോട്, ഈ ജനതയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ശ്രേഷ്ഠമായ ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അല്ലേ? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യർക്കു വേണ്ടി ആദ്യമായി ഭൂമിയിൽ ഭവനം നിർമ്മിച്ചത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ഭവനം നിർമ്മിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ, നിർമ്മാണത്തിൽ സഹായിയായ
സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വംശപരമ്പരയിൽ അല്ലയോ ഹബീബിന്റെ തിരുജന്മമെന്നത്? ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബത്തിൽ, മനുഷ്യരിൽ നിന്ന് അവരിലെ ഏറ്റവും മുദാത്ത വിഭാഗത്തിൽ, നിങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായൊരു ജനനമല്ലയോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്? നിങ്ങൾക്കൊരിക്കലും ആ ഹബീബിനെ മാറ്റി നിർത്താൻ കഴിയില്ല. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. പിന്നെ ആരാണ്? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത്, നിങ്ങൾക്കൊരു സങ്കടമോ വിഷമമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങാനാവാത്തതാണ്, സഹിക്കാൻ പറ്റാത്തതാണ്. അവിടത്തേക്കത് അസഹനീയമാണ്. നമുക്കൊരു പ്രയാസമുണ്ടാകുന്നത്, ഇത് ദുനിയാവിലത്തേതാവട്ടെ അതിനേക്കാൾ കൂടുതൽ വരാനിരിക്കുന്ന ലോകത്തേത് ആവട്ടെ, ഏറ്റവും കൂടുതൽ അവിടുത്തെ ചിന്തകളിൽ, അവിടുത്തെ മാനസിക വേപ്പതു വളരെ കൂടുതലായി അവിടുത്തെ ഹൃദയത്തെ വിഷമത്തിലാക്കിയത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചും ഈമാനിലേക്ക് ആളുകൾ കടന്നു വരാത്തതിനെ കുറിച്ചുമാണ്. ഈ ദുനിയാവിലെ പ്രയാസങ്ങളിൽ ക്ഷമയോടെ നിലകൊള്ളാൻ പറഞ്ഞ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഓർമ്മ നൽകുകയുണ്ടായി. അവിടുന്ന് കണ്ട കാഴ്ചകൾ, അവിടുത്തെ ഏറ്റവും നല്ല വർത്തമാനത്തിലൂടെ നമുക്കത് പറഞ്ഞു തന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഉള്ളിലുള്ളത് വരാനിരിക്കുന്ന യഥാർത്ഥ ജീവിതമായ പാരത്രിക ലോകത്ത് നമുക്ക് നഷ്ടം സംഭവിക്കരുത്, നമുക്കൊരു പ്രയാസമുണ്ടാകരുത്. അത് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത വേദനയാണ്. അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയേ, അങ്ങേ മഹ്ശറയിൽ എവിടെ വെച്ചാണ് നബിയേ അങ്ങേ ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? അങ്ങെവിടെയാണ് ഉണ്ടാകുക? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, 3 പ്രധാന ഘട്ടങ്ങളിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. ഒന്ന്, അനഫറതുക്കും ഇൻദൽ മീസാൻ, നന്മയും തിന്മയും തൂക്കി നോക്കുന്ന മീസാനിന്റെ അടുത്ത് ഞാൻ നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും. അവിടെ കണ്ടിട്ടില്ലെങ്കിലോ, അനഫറതുക്കും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ ഭാഗമായ മഹ്ശറിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഹൗദ് എന്ന മധുപാനത്തിന്റെ അടുത്ത്, ആ തടാകത്തിൽ നിന്ന് കടന്നു വരുന്ന ശ്രേഷ്ഠമായ ആ സങ്കേതത്തിൽ, അനഫറതുക്കും ഇൻദൽ ഹൗദ്, ഹൗദിന്റെ അടുത്ത് ഞാൻ നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും. അവിടെയും കണ്ടിട്ടില്ലെങ്കിലോ, അനഫറതുക്കും ഇൻദസ് സിറാത്ത്, മനുഷ്യന്മാർ നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട സിറാത്തു പാലത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ ആശിച്ച് കടന്നു പോകുമ്പോൾ, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ നീ രക്ഷപ്പെടുത്ത്, നീ രക്ഷപ്പെടുത്ത്, നീ രക്ഷപ്പെടുത്ത്, എന്റെ ഉമ്മത്തിയെ രക്ഷപ്പെടുത്തെന്ന് ദുആ ചെയ്ത് ഞാൻ കാത്തിരിപ്പുണ്ടാകുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്നേഹമാണ് അവിടത്തേക്ക് ഓരോ തന്റെ ഉമ്മത്തിയോടും. ഇത് മനുഷ്യരോടാകമാനമുള്ള ഹബീബിന്റെ സ്നേഹമല്ലയോ? അതാണ് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സത്യവിശ്വാസികളോട് ആർദ്രതയോടെ, വാത്സല്യത്തോടെ, കരുണയോടെ, ഇഷ്ടത്തോടെ
ഇഷ്ടത്തോടെ നമ്മളുടെ ഈമാനിലും നമ്മളുടെ ഹിദായത്തിലും നമ്മളുടെ സൽസ്വഭാവത്തിലും തഖ്വയിലും കണ്ണുവെച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പൂതി വെച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹ് 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 ആമീൻ നബി പേറ്റ ഓമൽ മുഹമ്മദ് ഹമീം നബി ഹംദിൻ മീമാം മുഹമ്മദ്. അല്ലാഹ് 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 അബ്ദുല്ലാ തൻ പ്രിയ പൈതൽ മുഹമ്മദ് അഹദിൽ മീമായി തെളിഞ്ഞാറ്റൽ മുഹമ്മദ്. അല്ലാഹ് 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 ആലങ്ങൾക്കാകെ ഒന്നൊഴിയാതെ റഹ്മത്തായല്ലാതെ വന്നില്ലൻ തേനേ. അല്ലാഹ് 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 ആകെ പടക്കാനും കാരണപ്പൂവേ ആലോകർക്കാകെയും കരുണപ്പൂങ്കാവേ. അല്ലാഹ് 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 എവിടെയൻ മഹ്ബൂബൻ നോർക്കുമ്പോഴേക്കും അകം കുളിർക്കും വഅലമു അന്നഫീക്കും. അല്ലാഹ് 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 എവിടെയൻ മഹ്ബൂബൻ നോർക്കുമ്പോഴേക്കും അകം കുളിർക്കും വഅലമു അന്നഫീക്കും ബിൽ മുഅ്മിനീന ഹരീസുൻ അലൈക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് 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 അസ്സുബ്ഹു ബദാ മിൻ ത്വൽഅതിഹി വല്ലൈലു ദജാ മിൻ വഫറതിഹി. അസ്സുബ്ഹു ബദാ മിൻ ത്വൽഅതിഹി വല്ലൈലു ദജാ മിൻ വഫറതിഹി. അല്ലാഹ് 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 അസ്സുബ്ഹു ബദാ മിൻ ത്വൽഅതിഹി വല്ലൈലു ദജാ മിൻ വഫറതിഹി. അസ്സുബ്ഹു ബദാ മിൻ ത്വൽഅതിഹി വല്ലൈലു ദജാ മിൻ വഫറതിഹി. അല്ലാഹ് 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 കൻസുൽ കറമി മൗലൻ നിഅമി ഹാദിൽ ഉമമി ലിശരീഅതിഹി. കൻസുൽ കറമി മൗലൻ നിഅമി ഹാദിൽ ഉമമി ലിശരീഅതിഹി. അസ്സുബ്ഹു ബദാ മിൻ ത്വൽഅതിഹി വല്ലൈലു ദജാ മിൻ വഫറതിഹി. അസ്സുബ്ഹു ബദാ മിൻ ത്വൽഅതിഹി വല്ലൈലു ദജാ മിൻ വഫറതിഹി. അല്ലാഹ് 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 അല്ലാഹ്
أزكى النسب أعلى الحسب كل العرب في خدمته أزكى النسب أعلى الحسب كل العرب في خدمته الصبح بدا من طلعته والليل دجى من وفرته الصبح بدا من طلعته والليل دجى من وفرته الله 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 سعت الشجر نطق الحجر شق القمر بإشارته سعت الشجر نطق الحجر شق القمر بإشارته الصبح بدا من طلعته والليل دجى من وفرته الصبح بدا من طلعته والليل دجى من وفرته الله 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 نال الشرف والله عفا عما سلف من أمته نال الشرف والله عفا عما سلف من أمته الصبح بدا من طلعته والليل دجى من وفرته الصبح بدا من طلعته والليل دجى من وفرته الله 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 جبريل أتى ليلة أسرى والرب دعا لحضرته جبريل أتى ليلة أسرى والرب دعا لحضرته الصبح بدا من طلعته والليل دجى من وفرته الصبح بدا من طلعته والليل دجى من وفرته الله 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 فمحمدنا هو سيدنا فالعز لنا لإجابته فمحمدنا هو سيدنا فالعز لنا لإجابته الصبح بدا من طلعته والليل دجى من وفرته الصبح بدا من طلعته والليل دجى من وفرته الله 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 صلوا وسلموا على الحبيب محمد اللهم صل وسلم وبارك عليه മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമുക്കെങ്ങനെയാണ് ആ ഹബീബിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിലെ ഏറ്റവും പ്രഗൽഭമതിയാണ്. മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം പറയുമ്പോഴൊക്കെ മഹാനവർകൾ വളരെ കൂടുതൽ ഓർക്കാറുള്ള ഒരു സംഭവമാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം കാരണത്താൽ അവിടത്തെയോടുള്ള അടങ്ങാത്ത ആഗ്രഹം നിമിത്തം അഭിനിവേശം നിമിത്തം മദീനത്തെ പള്ളിയുടെ അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ മരത്തടിയെക്കുറിച്ചുള്ള അവിടത്തെയോടുള്ള ഇഷ്ടം നിമിത്തം അവിടത്തെയുടെ വേർപാട് സഹിക്കാൻ പറ്റാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞുപോയ വിതുമ്പിപ്പോയ ഈത്തപ്പനയുടെ പഴയ ഉണങ്ങിയ മരത്തടിയുടെ വിതുമ്പലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു കരയാറുണ്ട്. മഹാനവർകൾ ചോദിക്കാറുണ്ട്, ജീവനില്ലാത്ത ഒരു ഉണങ്ങിയ മരത്തിന്റെ കഷ്ണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പതിവായി ഖുതുബ നിർവഹിച്ചിരുന്നത് ആ മരത്തടിയിൽ കയറി നിന്നിട്ടായിരുന്നു, ഈത്തപ്പനയുടെ പഴയൊരു മരത്തിന്റെ കഷ്ണം. പക്ഷേ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകി വരാൻ തുടങ്ങിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂൻ ഫീ ദീനില്ലാഹി അഫ്വാജാ. വിശുദ്ധമായ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരികയാണ്. പള്ളിയിൽ ജനങ്ങളുടെ ബാഹുല്യം കാരണത്താൽ, ആധിക്യം കാരണത്താൽ എഴുന്നേറ്റ് നിന്നാൽ ഈ ചെറിയ മരത്തിന്റെ ഉണങ്ങിയ കഷ്ണത്തിന്റെ മേൽ, ആ തടിയുടെ മേൽ എഴുന്നേറ്റ് നിന്നാൽ കൂടുതൽ ആളുകളോട് അഭിസംബോധന ചെയ്യൽ പ്രയാസമാണ്. അങ്ങനെ മുത്തുനബിക്ക് ഈ മരത്തിന്റെ ഈ കഷ്ണത്തെ ഒന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി സൗകര്യമുള്ള മിമ്പർ രൂപപ്പെടുത്താൻ ആഗ്രഹമുണ്ടായി. ആഗ്രഹത്തെ മനസ്സിലാക്കിയ അൻസ്വാരികളിൽപ്പെട്ട സ്വഹാബിയത്തായ ഒരു സഹോദരി പള്ളിയിലേക്ക് ഈ തപ്പനയുടെ മുറിച്ച മരത്തിന്റെ കഷ്ണങ്ങൾ കൊടുത്തയച്ചു, പീസുകളായി കൊടുത്തയച്ചു. ഒരു സ്വഹാബി വര്യൻ ആ മരത്തിന്റെ കഷ്ണങ്ങളെ എടുത്ത് ഒരു മിമ്പറായി രൂപാന്തരപ്പെടുത്തി. പിറ്റത്തെ വെള്ളിയാഴ്ച പരിശുദ്ധമായ ദിക്റിന് വേണ്ടി, പരിശുദ്ധമായ ഖുതുബക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പുതിയ മിമ്പറിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴാണ് സ്വഹാബത്ത് സാഗൂതം ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ അടുത്ത് വളരെ ഭവ്യതയോടെ അവരുടെ തലക്ക് മുകളിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പാറിപ്പോകാതിരിക്കാൻ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അതുപോലെ അച്ചടക്കത്തോടെ വിനയത്തോടെ ഇരിക്കുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഹബീബ് അവിടുത്തെ പരിശുദ്ധമായ പാദങ്ങൾ പുതിയ മിമ്പറിലേക്ക് എടുത്തു വെച്ചപ്പോഴാണ് സ്വഹാബത്ത് പറയുകയാണ്, ഒരു കുഞ്ഞിന്റെ ഹനീനത്തുഫുൽ, ഒരു കുഞ്ഞിന്റെ ഏങ്ങലടി, ഒരു കുഞ്ഞിന്റെ വിതുമ്പൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞു. ഇത് മുത്തവാത്തിറായ സംഭവമാണ്. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ വളരെ വിശുദ്ധമായൊരു സംഭവമാണല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ കരച്ചിൽ ശ്രദ്ധിക്കുകയാണ്, ഏങ്ങലടി ശ്രദ്ധിക്കുകയാണ്. എവിടെ നിന്നാണ് ആ കരച്ചിൽ വരുന്നത്, വിതുമ്പൽ വരുന്നത്? ഞങ്ങൾ ചുറ്റും നോക്കി, ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുമല്ല കരയുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മറ്റൊരു സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അതേ, ഇത്രയും നാൾ ഖുതുബ നിർവഹിച്ചിരുന്ന ഈ തപ്പനയുടെ പഴയ മരത്തിന്റെ കഷ്ണമുണ്ടല്ലോ, ആ കഷ്ണം അവിടെ നിന്ന് എടുത്തു മാറ്റി പള്ളിയുടെ ഒരു മൂലയിൽ അതിനെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗത്ത് നിന്നാണ് കരച്ചിൽ വരുന്നത്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ശ്രദ്ധിച്ചു, മുത്തുനബിയും ശ്രദ്ധിച്ചു. പിന്നെയാണ് ഹബീബ് പുതിയ മിമ്പറിൽ നിന്നിറങ്ങിയിട്ട് പഴയ മിമ്പർ ചാരി വെച്ചിരുന്ന ഭാഗത്തേക്ക് കടന്നു പോകുകയും അതിന്റെ മൂർധാവിൽ കൈവെക്കുന്നത് പോലെ അതിന്റെ മുകൾ ഭാഗത്ത് കൈവെക്കുകയാണ്. അതിനോട് എന്തൊക്കെയോ ഹബീബ് സംസാരിക്കുന്നത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് വർത്തമാനം പറയുന്നത് സ്വഹാബത്ത് ശ്രദ്ധിക്കുകയാണ്. മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങെന്തോ അതിനോട് സംസാരിച്ചല്ലോ, അങ്ങയുടെ സംസാരം ശ്രദ്ധിച്ച ആ കഷ്ണം, മരത്തിന്റെ കഷ്ണം, അതിന്റെ തേങ്ങല് നിർത്തിയല്ലോ നബിയേ, അങ്ങെന്താണ് പറഞ്ഞത്? മുത്തുനബി പറയുന്നുണ്ട്, ഞാൻ അതിനോട് ചോദിച്ചത്, നിനക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടാവൽ നിനക്കിഷ്ടമാണോ? നിനക്കിഷ്ടമാണോ എന്റെ കൂടെ നാളെ സ്വർഗത്തിലാവൽ? എനിക്കിഷ്ടമാണ്, എനിക്കത് സ്നേഹമാണ്, എനിക്കത് വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ ഞാൻ നിന്നെ പള്ളിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ലല്ലോ, ഞാൻ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടില്ലല്ലോ. നിനക്ക് എന്റെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടാകണമെന്ന് ഇഷ്ടമല്ലയോ? അതുകൊണ്ട് നിനക്ക് നാളെ അതിനുള്ള സൗകര്യം ഞാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞ് അതിനോട് സംസാരിച്ചപ്പോൾ ഏങ്ങലടി നിർത്തുകയാണ്. ആയുധം കൊണ്ടുവരാൻ പറഞ്ഞു. കൈക്കോട്ട് പോലെ കുഴിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ട്
തോണ്ടേണ്ടി വരികയും പള്ളിയിൽ തന്നെ ഒരു കുഴി രൂപപ്പെടുത്തുകയും ആ കുഴിയിലേക്ക് ജീവനുള്ള ഒരു മനുഷ്യ രൂപത്തെ, ശരീരത്തെ കുഴിച്ചിടുന്നതുപോലെ ആ മരത്തിന്റെ കഷ്ണത്തെ കുഴിച്ചു മൂടുകയും അതിനെ അവിടെ തന്നെ മറവ് ചെയ്യുകയാണ്. ഈ സംഭവത്തെ ഓർമ്മപ്പെടുത്തിയാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നമ്മളുടെ മദ്ഹബിന്റെ ഇമാമായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ എടുത്തുദ്ധരിച്ചു പറയുന്നുണ്ട്. ജീവനില്ലാത്ത ഉണങ്ങിയ മരത്തിന്റെ കഷ്ണത്തിന് ആരംഭ റസൂലിനോടുള്ള ഇഷ്ടവും താല്പര്യവും നിമിത്തം പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള മനുഷ്യരായ, ബുദ്ധിയുള്ള, ആലോചനാശേഷിയുള്ള, വിവേകമുള്ള നമ്മൾ എത്ര കണ്ട് സങ്കടപ്പെടണം. ഹബീബിന്റെ സുന്നത്തിൽ നിന്നകലുമ്പോ നമ്മൾ കരയണ്ടേ? ഹബീബ് നമ്മെ പഠിപ്പിച്ച നിർബന്ധ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോ നമ്മൾ കരയണ്ടേ? ഹബീബ് ചെയ്യരുതു എന്ന് പറഞ്ഞ ഹറാമുകൾ നിർലോഭം ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടിക്കരയണ്ടേ? അവിടുത്തെ അധ്യാപനങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ കരയണ്ടയോ? ആ ഹബീബിന്റെ ഉമ്മത്തിങ്ങളിൽ പെടാൻ പറ്റുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തതിലുള്ള സങ്കടം നമുക്കുണ്ടാവണ്ടേ? ഈ മജ്ലിസ് അതിനുകൂടി വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. നമ്മുടെ ഹൃദയം അല്ലാഹു നല്ലതാക്കി തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. കറകളൊക്കെ മാറ്റി തരട്ടെ. ആ കറകളിൽ നിന്ന് നമ്മളുടെ ഹൃദയങ്ങളെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ അല്ലാഹു മോചിപ്പിക്കുമാറാവട്ടെ. ആ രംഗത്തിലാണ് നമ്മളുടെ ഹൃദയത്തിൽ ആരംഭ റസൂലിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇറക്കി വെക്കാൻ പറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം പാപങ്ങളിൽ നിന്ന് മുക്തമാകണം. എന്നാലേ ഹൃദയത്തിൽ ഹബീബിനെ വരിക്കാൻ നമുക്ക് സാധിക്കൂ. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും പാടണേ പ്രിയപ്പെട്ടവരെ. മദീന എന്ന മലർവാടി മധു തേടിക്കൊണ്ടിതോടി മർത്യന്നഭയമതും തേടി മഹ്മൂദിൻ സവിധം കൂടി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടിടുമോ ഞാനിവിടന്ന് മുത്ത് റസൂലിൻ മുഖമൊന്ന് കണ്ടിടുവാൻ ദുആ ചെയ്യുന്ന് കണ്ണടയുന്നതിൻ മുമ്പൊന്ന് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീന കണ്ട് മടങ്ങുമ്പോൾ കരഞ്ഞു ഞങ്ങൾ നീങ്ങുമ്പോൾ മുത്ത് റസൂലും വന്നല്ലോ പടിവരെ യാത്ര പറഞ്ഞല്ലോ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂബക്കർ ഉമറും പിന്നാലെ ഇനിയും വരണം ഇതുപോലെ കരഞ്ഞുകൊണ്ടവർ പതിവാലേ പിരിഞ്ഞു വരണമെന്നുള്ളാലേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ബദർ യുദ്ധത്തിലെ പോരാളി ബറക്കത്തുള്ളൊരു കൂട്ടാളി ബദറൊളി തങ്ങളെ തേരാളി അവരാണ് അബൂബക്കർ സിദ്ദീഖ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിലെ പൊൻവാക്ക് ദീനിൽ ഖൈർ തരും നേർക്ക് ഖുർആൻ എഴുതിച്ചത് നോക്ക് അവരാണ് ഉമറുൽ ഫാറൂഖ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓതും ലക്ഷം ഖുർആന് ഓതാനെഴുതി ഫുർഖാന് ഓർമ്മ തരുന്നൊരു ഇഹ്സാന് ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാന് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിവിൻ വാതിൽ അവരാണ് അത്ഭുതം കാട്ടും നിധിയാണ് മുത്ത് വളർത്തിയ കനിയാണ് അർശിലെ സിംഹം അലിയാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിക്കൊരു പതിവുണ്ട് യാത്ര അയക്കാൻ വരവുണ്ട് കണ്ണ് മറയും ദൂരത്തോളം നോക്കി നബിക്കൊരു നിൽപ്പുണ്ട് മുത്ത് നബിക്കൊരു പതിവുണ്ട് യാത്ര അയക്കാൻ വരവുണ്ട് കണ്ണ് മറയും ദൂരത്തോളം നോക്കി നബിക്കൊരു നിൽപ്പുണ്ട് മുത്ത് നബിക്കൊരു പതിവുണ്ട് യാത്ര അയക്കാൻ വരവുണ്ട് കണ്ണ് മറയും ദൂരത്തോളം നോക്കി നബിക്കൊരു നിൽപ്പുണ്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലേ വന്നിടണേ മുത്താൻ തിരുകരം തന്നിടണേ തണിയില്ലാത്ത ഖിയാമത്തിൽ തുണയായി മുത്തൊളി വന്നിടണേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പാപം പെരുത്തവറിവർ നാളെ പാലം സിറാത്ത് കടക്കുമ്പോൾ ഗൗസുൽ അഅ്ദം വന്നിടണേ പാലം സിറാത്ത് കടത്തിടണേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പാപികൾ വീഴും
നരകത്തിൽ വെന്തുരുകുന്നു ശരീരത്തിൽ ശാശ്വത നാരിനെയാക്കാതെ ശൈഖ് റിഫാഈ വന്നിടണേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തരം തിരിക്കും നേരം കരം പിടിക്കൂ ത്വാഹ മുഖം തിരിക്കാതെയ ഖൈറൽ വറാ തരം താണ ഭൂമിയിൽ വിധം മാറിപ്പോയത് ചതിയാലയാണെന്റെ ഷഫീഉൽ വറാ ചതിയാലയാണെന്റെ ഷഫീഉൽ വറാ ചതിയാലയാണെന്റെ ഷഫീഉൽ വറാ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി